യുവ എഴുത്തുകാരിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയതെല്ലാം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എഴുത്ത്, അങ്ങനെ ഒരു എഴുത്ത് കൈവശമുള്ള ഒരു എഴുത്തുകാരനാണ് ഇന്ന് മീഡിയപീഡിയയിൽ നമ്മുടെ കൂടെയുള്ളത്. റഫീഖ് ബദരിയ. ഹലോ, നമസ്കാരം. നമ്മൾ എഴുതിയ ബുക്കിൻ്റെ എണ്ണം പറഞ്ഞാൽ 3 പക്ഷെ ഇത് വായിച്ചവരുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നമ്പറാണ്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ ആലംനൂർ ഇപ്പോൾ 5ാം പതിപ്പിൽ വന്ന് നിൽക്കുകയാണ്. അതുപോലെ ആദ്യം എഴുതിയ കവിതാ സമാഹാരമായിട്ട് നുജും, അതും ഇത് പുതുതായിട്ട് വീണ്ടും പുതിയ പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ എഴുതുന്ന പുസ്തകങ്ങൾ, എഴുതുന്ന എഴുത്ത് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങളും ഒരുപാട് സന്തോഷത്തിലാണ് വിശേഷങ്ങൾ ഇങ്ങനെ നേരിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നതിൽ. തൃശ്ശൂർക്കാരനാണ്, പാവർട്ടിക്കാരനാണ്, വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. അപ്പോൾ എഴുത്ത് കൂടുതലും ഖത്തറിൽ ഇരുന്നിട്ടായിരിക്കും അല്ലേ? എഴുത്ത് തുടങ്ങിയത് അവിടെ വെച്ചിട്ടാണ്. ഖത്തറിൽ ഞാനൊരു 18 വർഷമായി ഖത്തറിൽ. അപ്പോൾ എഴുത്ത് തുടങ്ങിയത് അവിടെ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ എഴുതുന്ന കഥയിൽ നമുക്ക് ആദ്യം ആലംനൂറിനെ കുറിച്ച് തന്നെ പറയാം. ആലംനൂറിൽ കഥാ സന്ദർഭം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ സാധാരണ വായിക്കുന്ന കഥകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതിൽ സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ചരിത്രമാണ് അതിൽ പറയുന്നത്. അധികം കേട്ട് പരിചിതമല്ലാത്ത ചരിത്രമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു പ്ലോട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സന്ദർഭത്തിലേക്ക് എത്തിയത്. ഈ ചരിത്ര കഥകളോട് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുണ്ട്. വായനയൊക്കെ അത്തരം ബുക്കുകളാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫിക്ഷൻ അതിനോട് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലെന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് സിറ്റിക്കോര, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടത്തോടു കൂടി വായിച്ചിട്ടുള്ള ബുക്കുകളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ചെയ്യണം, അത് ഫിക്ഷനും ചരിത്രവും അതേപോലത്തെ റിയാലിറ്റി എല്ലാം കൂടിക്കലർന്നൊരു ബുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആലംനൂറിലേക്ക് വരുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ആ ഒരു പ്ലോട്ട് അജ്മീറും ഒക്കെയാണ് അതിൽ വരുന്നത്. ആ ഒരു സ്ഥലങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതും ഒക്കെ എങ്ങനെയാ? ഞാൻ അജ്മീറിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. ഒരു 10 വർഷം മുൻപ് ഞാൻ അജ്മീറിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ ആദ്യം പറയുന്ന ആ യാത്രകൾ അതൊക്കെ ജീവിതത്തിൽ നടന്നുള്ള യാത്രകളാണ്. അല്ല, അത് പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതല്ല. അത് ഇതേപോലെ തന്നെ ഒരു മുഷിഞ്ഞിരിക്കണ ഒരു സമയത്ത് യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പിള്ള സാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, അവിടെ ഖത്തറിലുള്ളതാണ് ഞങ്ങൾ കമ്പനി. പുള്ളി പറയുന്നതാണ് അജ്മീറാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അജ്മീറിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ പലവിധ അതൊരു അജ്മീർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ വിചാരിക്കൊരു മതത്തിൻ്റെ ഒരു ഇതാണ്. അങ്ങനെയല്ല, അത് മൊത്തം എന്താ പറയുക, എല്ലാ വിഭാഗക്കാരും അവിടെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഏരിയ അജ്മീർ ദർഗ മാത്രമല്ല, ആ ചുറ്റുവട്ട ഏരിയ ഒരു പ്രത്യേക ഒരു നമ്മൾ പറയുക വൈബ് എന്ന് പറയില്ലേ, പ്രത്യേക ഒരു വൈബുള്ളതാണ്. അങ്ങനെയാണ് ആ യാത്ര പോകുന്നത്. ആ വൈബ് തന്നെയായിരിക്കും പിന്നീട് പുസ്തകം എഴുതുമ്പോൾ അജ്മീറിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചതും ഒക്കെ അല്ലേ? അതെ. ആ ഒരു അന്ന് കണ്ട കാഴ്ചകൾ, അന്ന് മനസ്സിൽ പതിഞ്ഞ കാഴ്ചകൾ, അന്ന് കൂടെ യാത്ര, ഒരു ട്രെയിൻ യാത്ര ഉണ്ട്. ഒരു 48 മണിക്കൂറോളം ഉണ്ട്. നമ്മളിവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഒരു 48 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടെ വന്നുള്ള യാത്രികർ അവരൊക്കെ ആയിട്ട് നമ്മളൊരു പ്രത്യേക ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കും. ആ ട്രെയിനിൽ വെച്ചിട്ട് തന്നെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഓരോ അനുഭവങ്ങളും നമ്മൾ പുസ്തകത്തിലെത്തി. ഇപ്പോൾ ആലംനൂർ എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോഹിനൂർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു രത്നാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവൊക്കെ നമ്മൾ വായനയിൽ നിന്ന് പണ്ടേ കിട്ടിയിട്ടുള്ള അറിവ് ശരിക്കും കഴിഞ്ഞാൽ അതൊരു ഫിക്ഷനാണ്. അത് പലരും ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് ഇതാണ്. ഈ ആലന്നൂർ എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്ഷനാണ്. അത് നമ്മൾ ഹിസ്റ്ററിയിൽ കണക്ട് ചെയ്തു എന്നുള്ളൂ. നമ്മൾ പണ്ടൊക്കെ അങ്ങനത്തെ ഒരു രത്നത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രത്നത്തെ നമ്മൾ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കഥ വായിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് പറയുന്നുണ്ട്, അതിൽ കറുത്താട് വംശം, അങ്ങനെ പല വർഗ്ഗക്കാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ഗോത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ അതും ഫിക്ഷന്റെ ഭാഗം? അല്ല, അത് 2 ഗോത്രങ്ങളുണ്ട്. അങ്ങനെ അവര് ഇറാന് ഇറാഖൊക്കെ പണ്ട് ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏരിയ അർമേനിയ ഒക്കെ ഭരിച്ചിരുന്ന 2 വംശജരായിരുന്നു ഇവർ. ആ നോവലിൽ പറയുന്ന പോലെ തന്നെ രണ്ടും പരസ്പരം കലഹിച്ചിട്ടുള്ള, ഒരു ഗോത്രത്തെ ഇല്ലാതാക്കിയാലാണ് മറ്റു ഗോത്രം നിലനിൽക്കുള്ളൂ എന്നുള്ള പറഞ്ഞ വിശ്വാസമുള്ള ആളുകളായിരുന്നു. അതിൽ നിന്ന് വന്നുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് നമ്മളെ ഹൈദരാബാദ് ഡക്കാൻ കേന്ദ്രീകരിച്ചിട്ട് ഭരിച്ചിരുന്ന കിലി രാജവംശം. അവർ ആ കറുത്ത ആടുവംശത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് കിലി എന്ന് പറയുന്നത്. പിന്നെ അവർ ഒരു സാമ്രാജ്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഡക്കാൻ, നമ്മൾ ഹൈദരാബാദില്ലേ, അത് ആസ്ഥാനമായിട്ട്. പക്ഷെ കൂടുതൽ പേർക്കും ആ ചരിത്രം അതറിയില്ല എന്ന് മാത്രം.
ഹിസ്റ്ററി നന്നായി വായിക്കാറുള്ള ആളാണ്, അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഏരിയ എന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും നമുക്ക് വ്യക്തമാവുന്നുണ്ട്. കാരണം നമ്മൾ ഹിസ്റ്ററി പഠിക്കാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് വായിക്കുമ്പോൾ നമുക്കപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശരിക്കുള്ളതാണോ അല്ലെങ്കിൽ ഫിക്ഷൻ ആണോ, ഇത് മൊത്തം അങ്ങനെയാണ്, ഇതിൽ എന്താണ് ശരിക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫിക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാതെ അങ്ങനെ അത്രയും ഇഴ ചേർന്ന് കിടക്കുകയാണ്. ഇപ്പം ഇതിൽ ഒരു കഥാപാത്രം ഫായിസ് അല്ലേ, ഒറിജിനൽ ക്യാരക്ടറാണല്ലേ? അത് നമ്മുടെ സുഹൃത്തിന്റെ പേരാണ്. നമ്മളെ എന്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് ഈ ഫായിസ് എന്നുള്ള കഥാപാത്രം. അതിലൊരു സൗഹൃദം നമ്മൾ പറയുന്നുണ്ട്, അതിൽ പ്രണയം പറയുന്നുണ്ട്, ചരിത്രം പറയുന്നുണ്ട്, അതുപോലെ തന്നെ സൗഹൃദം. ഈ സൗഹൃദത്തിൽ ഈ ഫായിസ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഈ റോവൽ എന്ന് പറയുന്ന വ്യക്തിയുടെ എപ്പോഴും കൂടെ ഉണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾ കൂടെ ഉണ്ട്. സൈറയും റോവനും നേരിട്ട് കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ വായിച്ച് അവസാനം എത്തുമ്പോൾ അവര് ഇനി കാണോ ഇല്ലേന്ന് അറിയാൻ നമുക്ക് ഇനി അടുത്ത പുസ്തകം ഇറങ്ങി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഞാനതിന് ആദ്യം തന്നെ ഒരു രണ്ടാം ഭാഗം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് തന്നെ. 2 ഭാഗങ്ങൾ ബുക്കിന് വേണമെന്ന് അന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 2ാം ഭാഗം ഉണ്ട്. അപ്പൊ അതില് കൂടുതൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ നിർത്തിയിരിക്കുകയാണ്, നമ്മൾ ആ ഒരു മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ 2ാം ഭാഗത്തിനായിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. അതിന്റെ എഴുത്തും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? എഴുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ പൂർണ്ണ ഇതിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിസ്റ്ററിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ വേണം. അപ്പം അതിനുള്ള അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം എഴുതിയ പുസ്തകം കവിതാ സമാഹാരം നുജൂം ഇപ്പോൾ 2ാം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എഴുത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ നുജൂമൊക്കെ എഴുതിയത് എപ്പോഴാണ്, എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്? ചെറുപ്പം മുതൽ എഴുതാറുണ്ടോ? ചെറുപ്പം മുതൽ എഴുതാറില്ല, വായിക്കാറുണ്ട്, നന്നായി വായിക്കാറുണ്ട്, പിന്നെ എഴുതാറുണ്ട്. നമ്മളെല്ലാവരും എഴുതുള്ളൂ. ഈ പുസ്തകത്തിന്റെ ബാക്ക് വശത്ത് നമ്മൾ ചെറിയ കവിതകൾ എഴുതും, ചെറിയ കഥകൾ എഴുതും. അതാർക്കും നമ്മൾ കാണിക്കാറില്ല. അങ്ങനത്തെ എഴുത്തുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ കാണാതെ പോയി പക്ഷെ സോഷ്യൽ മീഡിയ വന്നതിന്റെ ശേഷമാണ് നമ്മളൊന്നും കൂടി എഴുത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ ചെറു കവിതകളാണ് ആദ്യം എഴുതാൻ തുടങ്ങിയത്. പിന്നെ ചെറുകഥകൾ എഴുതാറുണ്ട്. ചെറുകവിതകളുടെ സമാഹാരമാണ് നുജൂം. അതേപോലെ തന്നെ ചെറുകഥകളുടെ സമാഹാരമാണ് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർ. ചെറുപ്പം മുതലേ ധാരാളം വായിക്കുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതലായിട്ട് എഴുത്തിലേക്ക് വന്നത്. എഴുത്തിലൊരു കോൺഫിഡൻസ് കിട്ടിയതൊക്കെ പതുക്കെ എഴുതി ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട് നമുക്ക് ഓരോരുത്തർ പറയില്ല നന്നായിട്ടുണ്ട് എഴുത്തിന്, അങ്ങനെ തന്നെയാണ് കോൺഫിഡൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് പ്രസിദ്ധീകരിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നുജൂം പോലും പ്രസിദ്ധീകരിക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുണ്ട് ഗിൻഡോ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരനാണ് ഇത് പ്രസിദ്ധീകരിക്കണം അല്ലെങ്കിൽ കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ റഫീഖ് അഹമ്മദ് സാറാണ് അതിന് അവതാരിക എഴുതി തന്നത്. റഫീഖ് അഹമ്മദ് സാർ എഴുതി തന്നതോടുകൂടി കോൺഫിഡൻസ് കൂടി അങ്ങനെ നുജൂം വന്നത്. ഇത് നമ്മളിങ്ങനെ എഴുതുന്ന ഈ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് കൂടെയുള്ള ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഗിൻഡോ, അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഫായിസ്. അതിന് പുറമേ ഒരു അക്ഷരക്കൂട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, UAE ബേസ്ഡ് ആണ് അവർ. ഞാൻ ഖത്തറിലാണെങ്കിലും ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്, UAE ബേസ്ഡ്. അതിലുള്ള കുറച്ച് പേരുണ്ട്, അവർ ഭയങ്കര സപ്പോർട്ടാണ്. അത് ഞാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് അതിൽ. അവർ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം എൻ്റെ പുസ്തകം പോലും പ്രകാശനം ചെയ്തത് അക്ഷരക്കൂട്ടത്തിൻ്റെ ഒരു പരിപാടി വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഫസ്റ്റത്തെ പുസ്തക ചർച്ച ചെയ്തത് അവരാണ്. UAE പുസ്തക ചർച്ച സംഘടിപ്പിച്ചത് അവരാണ്. അപ്പോൾ അവരോടാണ് എനിക്ക് ഭയങ്കര, അതിൽ കുറേ പേരുണ്ട്. അതിൽ ഒരു 5-6 പേരെടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആരെങ്കിലും പേര് വിട്ടു, അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവരോട് ഭയങ്കര കടപ്പാടുണ്ട്. അപ്പോൾ എന്തായാലും ആലംനൂറിൻ്റെ ആ ഒരു സെക്കൻഡ് പാർട്ടിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളും. നമുക്കറിയാം ഇപ്പോൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതുന്നവരിൽ തന്നെ വ്യത്യസ്തമായി കഥ പറയുന്ന ആളുകൾ അതിനും ചുരുക്കമാണ്. അതിലൊരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അടുത്ത ഒരു പുസ്തകമല്ല, ഒരുപാട് പുസ്തകങ്ങൾക്കായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.